മക്കളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞില്ലേ? ഇതാ അനേക മക്കൾ ഈ സമയത്തിന് വേണ്ടി വിദേശത്തും സ്വദേശത്തും കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ഇതാ കർത്താവിന്റെ വചനം തരുന്നു. പുറപ്പാടിന്റെ പുസ്തകം 9-ാം അധ്യായം 16-ാം വാക്യം. എന്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും എന്റെ നാമം ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിക്കുന്നത്. 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ജീവനും ജീവിതവും തന്നിരിക്കുന്നത്. ഒന്ന്, ദൈവത്തിന്റെ ശക്തി രുചിച്ചറിയാൻ. 2, അവിടുത്തെ നാമം ലോകം മുഴുവനും പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട്. വചനം വലിയ വിടുതലാണ് നമുക്ക് തരുന്നത്. വചനം വലിയ സൗഖ്യമാണ് നമുക്ക് തരുന്നത്. വചനം വലിയ മാനസാന്തരമാണ് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുന്നത്. ഇത് ഇന്നു മുതൽ സ്ട്രീറ്റ് മിനിസ്ട്രിയിലൂടെ കടന്നു പോകുകയാണ്. എന്താണ് സ്ട്രീറ്റ് മിനിസ്ട്രി എന്ന് പറയുന്നത്? വഴിയോരങ്ങളിൽ പ്രസംഗിച്ചും മലമുകളിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവിനെ ആരാണ് ഇഷ്ടപ്പെടാത്തത്? രോഗികൾക്കും പാപികൾക്കും ഒരുപോലെ കടന്നു വരാൻ സാധിക്കുന്ന ഈശോ നമ്മുടെ ഇടയിലൂടെ കടന്നു പോകുകയാണ്. ഗ്രാമങ്ങളിലോ പട്ടണങ്ങളിലോ ഏതെങ്കിലും ഇടവക പള്ളിയുടെ മുക്കിലോ മൂലയിലോ നിന്ന് വചനം പ്രഘോഷിക്കുന്ന ഒരു ശുശ്രൂഷയാണ് സ്ട്രീറ്റ് മിനിസ്ട്രി. യേശുവിന്റെ മിനിസ്ട്രിയാണത്. നമുക്കതിലേക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് റാണി ജോസഫ്. ഞാൻ വീട് പുതുക്കാട്. ഞാൻ ജെറുസലേം ധ്യാനകേന്ദ്രത്തിലെ ജീവസേനാനി ഗ്രൂപ്പിലെ ഒരു മെമ്പറാണ്. അതിനോടനുബന്ധിച്ച് ഞങ്ങൾ ചെയ്യുന്ന സ്ട്രീറ്റ് മിനിസ്ട്രിയിലെ വചന പ്രഘോഷണവും കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷയും വളരെയധികം അത്ഭുതകരമായി നടന്നുകൊണ്ടിരിക്കുന്നു. പ്രയർ ലൈനിലുള്ള വചനം ഡെയിലി കേട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ആ വചനം അനുസരിച്ച് യേശുവിന് സാക്ഷിയായി ജീവിക്കാൻ പരിശ്രമിക്കുന്നു. വചനത്തിലൂടെ വചനത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളുടെ കുടുംബം ഇന്നും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്ട്രീറ്റ് മിനിസ്ട്രിയിലൂടെ ഒരിക്കലും യേശുവിനെ കേൾക്കാത്ത അനേകം മക്കളുടെ ജീവിത സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, അതുപോലെ തന്നെ അക്രൈസ്തവരായ മക്കൾ, നാനാജാതി മതസ്ഥർ, പലവിധ രോഗപീഠകൾ അകപ്പെട്ടവർ, മദ്യപാനത്തിന് അകപ്പെട്ടവർ, തിന്മയുടെ ദുശ്ശീലങ്ങളിൽ അകപ്പെട്ടവർ, ഇതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് വിടുതൽ കിട്ടിയെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എന്തൊരു ആനന്ദമാണ്. ആ ആനന്ദവും സന്തോഷവുമാണ് സ്ട്രീറ്റ് മിനിസ്ട്രിയിലൂടെ തുടർന്നു വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സത്പ്രവൃത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ സ്നേഹ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന സർവ്വ മക്കളോടും കുടുംബങ്ങളോടും തലമുറകളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.